മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനുവരി 24-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലി മധ്യയുള്ള വചനഭാഗം മാർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. സഭ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വേദപാരംഗനും മെത്രാനുമായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്, അദ്ദേഹം 1566 ജനിച്ചു. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്: സഹനത്തിലൂടെയല്ലാതെ വിശുദ്ധി പ്രാപിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. അദ്ദേഹം തന്റെ ജീവിതത്തിൽ മെത്രാനായിരിക്കുമ്പോഴും തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന അവസരത്തിലും ക്ഷമയോടും സ്നേഹത്തോടും കൂടെ മാത്രമേ ആത്മാക്കളെ നേടാൻ സാധിക്കൂ എന്നൊരു വലിയ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തങ്ങളുടെ സഹോദരന്മാരെ അദ്ദേഹം നിരന്തരമായിട്ട് ഉദ്ബോധിപ്പിച്ചിരുന്നു. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ സഹോദരങ്ങൾ യേശുവിനെ അന്വേഷിച്ചു വരികയാണ് കഫർനാമിലേക്ക്. കഫർനാം ഈശോയുടെ 2ാം ഭവനം എന്നാണ് പറയപ്പെടുന്നത്. അതൊരു പക്ഷേ പത്രോസിന്റെ വീടായിരിക്കാം. നസ്രത്തും കഫർനാമും തമ്മിൽ ഏകദേശം ഒരു 35 കിലോമീറ്റർ, അതായത് 20 മൈൽ ദൂരമുണ്ടായിരുന്നു. അവർ യേശുവിന്റെ അടുക്കൽ വരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, യേശുവിനെ കുറിച്ചുള്ള വാർത്തകൾ എല്ലാ ദിക്കുകളിലേക്കും പരന്നു. എല്ലാവരും പല ഭാഗങ്ങളിൽ നിന്ന് യേശുവിന്റെ അടുക്കിലേക്ക് വരാനായിട്ട് തുടങ്ങി. അതോടൊപ്പം ബന്ധുക്കൾ അറിയുന്നു, അവനെ കൊല്ലാൻ വേണ്ടി പോലും അവർ ആലോചിക്കുന്നുണ്ട് എന്ന്. സുബോധം നഷ്ടപ്പെട്ടവനെ പോലെ എന്ന് വചനം എഴുതി വെക്കുമ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ച് 33 വയസ്സായിട്ടും അല്ലെങ്കിൽ 31-33 വയസ്സായിട്ടും വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ മതപരമായ, ആചാരപരമായ, സാമൂഹ്യപരമായിട്ട് അതെന്തോ കുറവുള്ള പ്രശ്നമാണ്. അങ്ങനെ ജീവിതത്തിൽ വിവാഹ ജീവിതമൊക്കെ കഴിക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യന് എന്തോ കുറവുണ്ടെന്ന് ആ കാലഘട്ടം പറഞ്ഞിരുന്നു. സുബോധം നഷ്ടപ്പെട്ടവനെ പോലെ വിവാഹം കഴിക്കേണ്ട പ്രായങ്ങളിൽ വിവാഹം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അവന്റെ ബന്ധുക്കൾ അവനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഈശോയുള്ള സ്നേഹത്തെ ചില കയ്യെഴുത്തു പ്രതികളൊക്കെ പറയുന്നത് സഹോദരന്മാർ മാത്രമല്ല അന്നവിടെ വന്നത്, സഹോദരിമാരും വന്നിരുന്നു. അവന്റെ ചാർച്ചക്കാരായ സഹോദരന്മാരും സഹോദരിമാരും അന്നവിടെ യേശുവിന്റെ അടുക്കൽ വരും. അവർക്ക് യേശുവിനോട് സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹത്തെ പ്രതി, കാരണം അവന്റെ ജീവൻ ഒരിക്കലും അപകടപ്പെടാനായിട്ട് പാടില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. മാനസിക രോഗവും പൈശാചിക ബാധയും ഒന്നാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമാണത്. അതുകൊണ്ടാണ് അവന്റെ സുഖബന്ധുക്കൾ അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നതായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഇന്നേ ദിവസം വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യമില്ലേ, സഹനമില്ലാതെ വിശുദ്ധിയില്ല എന്ന്, സഹനമില്ലാതെ ഒരു ജീവിതമില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെയൊക്കെ അനുദിന ജീവിതങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ, ഒരുപക്ഷെ അത് വലിയ സഹനങ്ങളായിരിക്കാം, വലിയ രോഗാവസ്ഥകളായിരിക്കാം, വലിയ കടബാധ്യതകളായിരിക്കാം, മറ്റു പല പ്രതിസന്ധികളായിരിക്കാം. ഇതൊന്നും നിസ്സാരമായി പറയുന്നില്ല. പക്ഷേ ജീവിതത്തിന്റെ സഹനങ്ങൾ നിന്നെ അത് വിശുദ്ധിയിലേക്ക് നയിക്കുമെന്ന വിശുദ്ധൻ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അനുദിന ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ, അത് നമ്മുടെ ജീവിതത്തിന്റെ ദൈവം നമ്മളെ അറിയുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകാതെ അവനിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിനക്കും സാധിക്കട്ടെ. ആമേൻ.